ഹായ് സ്റ്റുഡൻസ്, ഇംഗ്ലീഷ് ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 7ാം ക്ലാസ്സിലെ ടെയിൽസ് ആൻഡ് ട്യൂൺസ് എന്ന രണ്ടാമത്തെ യൂണിറ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റിൻ്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ കഥകളെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചുമൊക്കെയാണ് ഈ യൂണിറ്റിൽ പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് പാഠഭാഗങ്ങളിലേക്ക് പോകാം. ഇതിലെ ഒന്നാമത്തെ പേജ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ലെറ്റ് us begin. March 20 is the World Storytelling Day. Stories have come down to us from our elders and books. അപ്പോൾ ലോക കഥ പറച്ചിൽ ദിനം, സ്റ്റോറി ടെല്ലിംഗ് ഡേ എന്നാണ്. മാർച്ച് 20. സ്റ്റോറീസ് ഹാവ് കം ഡൗൺ ടു അസ് ഫ്രം അവർ എൽഡേഴ്സ് ആൻഡ് ബുക്സ്. നമുക്ക് ഈ കഥകളെല്ലാം കിട്ടുന്നത് മുതിർന്ന ആളുകളിൽ നിന്നും അതുപോലെ പുസ്തകങ്ങളിൽ നിന്നുമൊക്കെയാണ്. സ്റ്റോറീസ് വൺസ് ഹിയർഡ് മസ്റ്റ് ബി പാസ്ഡ് ഓൺ. നമ്മൾ ഒരിക്കൽ കേട്ട കഥകൾ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കണം, പാസ് ചെയ്യണം. ഇഫ് വി ഡോണ്ട്, അങ്ങനെ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ദ സ്റ്റോറീസ് ആൻഡ് ദി ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്, കഥയും കഥ പറയുന്ന ആ ഒരു കലയും വിൽ സ്ലോലി ഡിസപ്പിയർ ഫ്രം ദി എർത്ത്, ഭൂമിയിൽ നിന്ന് തന്നെ പാടെ അപ്രത്യക്ഷമായി പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇവിടെ നമ്മളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഡു യു ലൈക്ക് ടു ലിസൺ ടു സ്റ്റോറീസ്? കഥ കേൾക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? വാട്ട് കൈൻഡ് ഓഫ് സ്റ്റോറീസ് വുഡ് യു ലൈക്ക് ടു ലിസൺ ടു? ഏത് തരത്തിലുള്ള കഥകളാണ് നിങ്ങൾക്കിഷ്ടം? ഹൂ ടെൽസ് യു സ്റ്റോറീസ്? ആരാണ് കഥകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാറ്? ഡു യു ടെൽ സ്റ്റോറീസ്? നിങ്ങൾക്ക് കഥ പറയാൻ കഴിയുമോ? ഇനി ഈ പേജിൻ്റെ അടുത്ത ഭാഗം നോക്കാം. ലെറ്റ് us റീഡ്. നമുക്ക് വായിക്കാം. റീഡ് വാട്ട് വിമൽസ് ഗ്രാൻഡ് മദർ ഹാസ് ടു ടെൽ ഹിം അബൌട്ട് സ്റ്റോറീസ്. വിമലിൻ്റെ ഗ്രാൻഡ് മദറിന് അവനോട് കഥകളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. വിമൽ ഈസ് എ ലക്കി ബോയ്. വിമൽ വളരെ ഭാഗ്യമുള്ള ഒരു കുട്ടിയാണ്. ഹി ഹാസ് എ ഗ്രാൻഡ് മദർ ഹു ടെൽസ് ഹിം ലോട്ട്സ് ഓഫ് സ്റ്റോറീസ്. അവനൊരു ഗ്രാൻഡ് മദർ ഉണ്ട്. അവർ ഒരുപാട് കഥകൾ അവന് പറഞ്ഞു കൊടുക്കും. എവറി നൈറ്റ് അറ്റ് ബെഡ് ടൈം ദർ ഇസ് എ സ്റ്റോറി ഫോർ ഹിം. എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് അവർ കഥ പറഞ്ഞു കൊടുക്കും. വാട്ട് ഫണ്ടാസ്റ്റിക് സ്റ്റോറീസ് ഗ്രാൻഡ് മദർ ഹാസ് ടോൾഡ് വിമൽ. സ്റ്റോറീസ് ഓഫ് അനിമൽസ് ആൻഡ് ബേർഡ്സ്, ഓഫ് ക്ലവർ ആൻഡ് സെൻസ്ലെസ് പീപ്പിൾ, ഓഫ് മാജിക് ആൻഡ് മ്യൂസിക്, സ്റ്റാർസ് ആൻഡ് സേജസ് ആൻഡ് മെനി മോർ. എന്തതിശയകരമായ കഥകളാണ് ഗ്രാൻഡ് മദർ വിമലിനോട് പറയാറുള്ളത്. സ്റ്റോറീസ് ഓഫ് അനിമൽസ് ആൻഡ് ബേർഡ്സ്, പക്ഷികളുടെയും മൃഗങ്ങളുടെയും കഥകൾ. ഓഫ് ക്ലവർ ആൻഡ് സെൻസ്ലെസ് പീപ്പിൾ, ബുദ്ധിമാന്മാരുടെയും ബുദ്ധിയില്ലാത്ത ആളുകളുടെയും കഥകൾ. ഓഫ് മാജിക് ആൻഡ് മ്യൂസിക്, മായാജാല കഥകൾ, അതുപോലെ സംഗീതവുമായി ബന്ധപ്പെട്ട കഥകൾ. സ്റ്റാർസ് ആൻഡ് സേജസ്, നക്ഷത്രങ്ങളുടെയും അതുപോലെ തന്നെ ഋഷിവര്യന്മാരുടെയും ഒക്കെ കഥകൾ. അതുപോലെ ധാരാളം കഥകൾ വിമലിന് തൻ്റെ ഗ്രാൻഡ് മദർ പറഞ്ഞു കൊടുക്കാറുണ്ട്. വൺ ഡേ വിമൽ ആസ്ക്ഡ് ഹിസ് ഗ്രാൻഡ് മദർ ഇഫ് സ്റ്റോറീസ് ഗ്രൂ ഓൺ ട്രീസ്. ഒരു ദിവസം അങ്ങനെ വിമൽ ഗ്രാൻഡ് മദറിനോട് ചോദിക്കുകയാണ്, ഈ കഥകളെല്ലാം മരത്തിലാണോ വളർന്നുകൊണ്ടിരിക്കുന്നത്? ഷീ ലാഫ്ഡ് ആൻഡ് സെറ്റ്. അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറയാണ്, നോ, നോട്ട് ഓൺ ട്രീസ്, മരത്തിലല്ല കഥകൾ ഉണ്ടാവുന്നത്. ദെൻ വേർ ഡു വി ഗെറ്റ് ദി സ്റ്റോറീസ് ഫ്രം? വിമൽ ആസ്ക്ഡ്. പിന്നെ എവിടെ നിന്നാണ് നമുക്ക് ഈ കഥകളൊക്കെ കിട്ടുന്നത്? വിമൽ മുത്തശ്ശിയോട് ചോദിച്ചു. അപ്പോൾ മുത്തശ്ശി മറുപടി പറയാണ്, ഐ ഗോട്ട് ദം ഫ്രം മൈ ഗ്രാൻഡ് മദർ. എനിക്ക് കിട്ടിയിട്ടുള്ളത്, ഈ കഥകളൊക്കെ കിട്ടിയിട്ടുള്ളത് എൻ്റെ ഗ്രാൻഡ് മദറിൽ നിന്നാണ്. ഐ ഇൻ ടേൺ ടെൽ യു. ഞാൻ തിരിച്ചത് നിന്നോട് പറയുന്നു. വിമൽ, റിമെമ്പർ ടു ടെൽ യുവർ ഫ്രണ്ട്സ് ദീസ് സ്റ്റോറീസ് സോ ദാറ്റ് ദേ ക്യാൻ ഓൾസോ എൻജോയ് ദം. അപ്പോൾ മുത്തശ്ശി പറയണം, വിമൽ, നീ നിൻ്റെ ഫ്രണ്ട്സിനോട് ഈ കഥകളൊക്കെ പറയണം, അതുകൊണ്ട് അവർക്കും ഈ കഥകൾ കേട്ട് ആസ്വദിക്കാൻ കഴിയും. ബട്ട് വിമൽ സെറ്റ് നോ. പക്ഷെ വിമൽ പറയാണ്, ഇല്ല, ഞാൻ പറയില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ടെൽ ദം എനി ഓഫ് ദി സ്റ്റോറീസ്. എനിക്ക് ഈ കഥകളൊന്നും മറ്റുള്ളവരോട് പറയാൻ താല്പര്യമില്ല. ദേ ആർ മൈ സ്റ്റോറീസ്. അതൊക്കെ എൻ്റെ കഥകളാണ്. മൈ ട്രഷർ, എൻ്റെ സമ്പത്താണ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗീവ് ദം എവേ. അതൊന്നും ആർക്കും തന്നെ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഡോണ്ട് ബി സില്ലി മൈ ബോയ്. സ്റ്റോറീസ് ആർ മീൻ ടു ബി ടോൾഡ്. അപ്പം മുത്തശ്ശി പറയാണ്, ഡോണ്ട് ബി സില്ലി, ഇങ്ങനെ ബാലിശമായ തീരുമാനങ്ങളൊന്നും എടുക്കരുത്. സ്റ്റോറീസ് ആർ മീൻ ടു ബി ടോൾഡ്. കഥകളൊക്കെ പറയാനുള്ളത് തന്നെയാണ്, പറഞ്ഞ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ളതാണ്. ലിസൺ ആൻഡ് ടെൽ, ദാറ്റ് ഈസ് ദി ലോ ഓഫ് ദി സ്റ്റോറി കിങ്ഡം.
ശ്രദ്ധിക്കുക, കഥകൾ ശ്രദ്ധിക്കുക, അത് മറ്റുള്ളവരോട് പറയുക. അതാണ് കഥാസാമ്രാജ്യത്തിലെ നിയമം. ഹിസ് ഗ്രാൻഡ് മദർ സെറ്റ്. ഗ്രാൻഡ് മദർ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സ്റ്റോറീസ് ഗോ ബിയോണ്ട് ദി ബൗണ്ടറീസ് ഓഫ് ടൈം ആൻഡ് സ്പേസ്. അപ്പോൾ കഥകൾ കാലത്തിനതീതമായി, സ്ഥലങ്ങൾക്ക് അതീതമായി സഞ്ചരിക്കുന്നു. ദേ ലീഡ് അസ് ടു വിസ്ഡം. അവ നമുക്ക് വിവേകങ്ങൾ പകർന്നു തരുന്നുണ്ട്, വിവേകത്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട് ഇത്തരം കഥകൾ. ക്യാൻ യു ടെൽ എ സ്റ്റോറി ദാറ്റ് യു ഹാവ് ഹിയർഡ് ഫ്രം യുവർ ഗ്രാൻഡ് പാരൻസ്, എൽഡേഴ്സ്, ഫ്രണ്ട്സ്? നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ മുതിർന്ന ആളുകളോ നിങ്ങളുടെ കൂട്ടുകാരോ ഒക്കെ പറഞ്ഞ ഏതെങ്കിലും ഒരു കഥ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഹാവ് യു ഹിയർഡ് ഓഫ് ദി ഫേമസ് സ്റ്റോറി ടെല്ലർ ഈസോപ്പ്? ഈസോപ്പ് എന്നുള്ള വളരെ ഫേമസ് ആയ, കീർത്തി കേട്ട ഒരു കഥാകാരനുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്കറിയുമോ? ഹി വാസ് എ ഗ്രീക്ക് സ്ലേവ് ഹു ലീവ്ഡ് ഇൻ 600 BC. 600 BC-യിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഗ്രീക്ക് അടിമയായിരുന്നു, സ്ലൈവായിരുന്നു അദ്ദേഹം. ഈസോപ്പ് ഡിഡ് നോട്ട് ഇൻ ഫാക്ട് റൈറ്റ് ദി ഫേബിൾസ് ഹി ടോൾഡ്. യഥാർത്ഥത്തിൽ ഈസോപ്പ് പറഞ്ഞ കഥകളൊന്നും അദ്ദേഹം എഴുതി വെച്ചിട്ടൊന്നുമില്ല. ദേ ഹാവ് ബീൻ ഓർലി പാസ്ഡ് ഓൺ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അത് തലമുറകളായി പറഞ്ഞു പോരുന്നതാണ്. ദേ സ്റ്റിൽ ലീവ് ഇൻ ദി മൈൻഡ്സ് ഓഫ് പീപ്പിൾ. അത്തരം കഥകളൊക്കെ ഇപ്പോഴും ജനമനസ്സുകളിൽ ജീവിക്കുന്നുണ്ട്. ലെറ്റ് us റീഡ് വൺ ഓഫ് ഈസോപ്സ് ഫാബിൾസ്. ഈസോപ്പ് പറഞ്ഞ ഇത്തരത്തിലുള്ള ഒരു ഫേബിൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിനു മുൻപ് എന്താണ് ഫേബിൾ എന്ന് നമുക്ക് നോക്കാം. എ ഫേബിൾ ഈസ് എ ട്രഡീഷണൽ ഷോർട്ട് സ്റ്റോറി ദാറ്റ് ടീച്ചേഴ്സ് എ മോറൽ. അപ്പോൾ ഫേബിൾ എന്ന് പറയുന്നത് പരമ്പരാഗതമായ ഒരു ചെറുകഥയാണ്, ഷോർട്ട് സ്റ്റോറി ആയിരിക്കും. ദാറ്റ് ടീച്ചേഴ്സ് എ മോറൽ. അതിലെപ്പോഴും ഒരു ഗുണപാഠം നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ടായിരിക്കും, അതിലെപ്പോഴും ഒരു ഗുണപാഠം ഉണ്ടായിരിക്കും. എസ്പെഷ്യലി വൺ വിത്ത് ആനിമൽസ് ആസ് ക്യാരക്ടേഴ്സ്. പ്രത്യേകമായി പറയുകയാണെങ്കിൽ അതിൽ മൃഗങ്ങളായിരിക്കും ഭൂരിഭാഗം കേസിലും ക്യാരക്ടേഴ്സായി വരിക. അതിലെ കഥാപാത്രങ്ങൾ മൃഗങ്ങളായിരിക്കും. ഇനി നമുക്ക് ഈസോപ്പിൻ്റെ ഈ ഫേബിൾ ഒന്ന് വായിച്ചു നോക്കാം. എ റിച്ച് വോയേജർ ഫ്രം ഏതൻസ് വാസ് ഓൺ എ വോയേജ് വിത്ത് 2 കമ്പാനിയൻസ്. ഒരിക്കലൊരു ധനികനായ കപ്പൽ യാത്രികൻ, ഏതൻസിൽ നിന്നുള്ള ഒരു കപ്പൽ യാത്രികൻ തൻ്റെ 2 സുഹൃത്തുക്കളുമൊത്ത് യാത്ര ചെയ്യുകയായിരുന്നു. ഇൻ ദി കോഴ്സ് ഓഫ് ദെയർ വോയേജ് എ വയലന്റ് സ്റ്റോം ബ്ലൂ അപ്പ് ആൻഡ് ക്യാപ്സൈസ്ഡ് ദ ഷിപ്പ്. അങ്ങനെ അവരുടെ കപ്പൽ യാത്രക്കിടയിൽ ഒരു വലിയ ഭീമമായ തിരമാല വന്നിട്ട് കപ്പലിൽ വന്ന് അടിച്ചു. അങ്ങനെ കപ്പലിനെ അത് തകിടം മറിച്ചു. ക്യാപ്സൈസ്ഡ് ദി ഷിപ്പ്. ദി കമ്പാനിയൻസ് ട്രൈഡ് ടു സ്വിം അഷോർ. അപ്പോൾ കൂട്ടുകാർ കരയിലേക്ക് നീന്താൻ ശ്രമിക്കുകയാണ്. ബട്ട് ദ റിച്ച് വോയേജർ കെപ്റ്റ് കാളിംഗ് ഓൺ അഥീന, ദി ഗോഡസ് ഓഫ് ഏതൻസ്. പക്ഷേ ഈ ധനികനായ യാത്രക്കാരന് ഏതൻസിലെ ദേവതയായ അഥീനയെ വിളിക്കുകയാണ്. ആൻഡ് പ്രോമിസ്ഡ് ഹെർ ലാവിഷ് ഓഫറിംഗ് ഇഫ് ഹി എസ്കേപ്ഡ്. അദ്ദേഹം രക്ഷപ്പെടുകയാണെങ്കിൽ ഒരുപാട് വഴിപാടുകളും നേർച്ചകളുമൊക്കെ ഈ ദേവതയ്ക്ക് വേണ്ടി ചെയ്യാമെന്നൊക്കെ വാഗ്ദാനം ചെയ്യാണ്. വൺ ഓഫ് ഹിസ് ഷിപ്പ്റെക്ഡ് കമ്പാനിയൻസ് ആസ് ഹി സ്വാം പാസ്റ്റ് ഷൗട്ടഡ് ടു ഹിം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അയാൾ വേഗത്തിൽ നീന്തുന്നതിനിടയിൽ അദ്ദേഹത്തോട് ഉച്ചത്തിൽ പറയുന്നുണ്ട്. ഷൗട്ടഡ് ടു ഹിം, ഡോണ്ട് ലീവ് ഇറ്റ് ആൾ ടു അഥീന. എല്ലാ കാര്യങ്ങളും അഥീനയ്ക്ക് വിടാതിരിക്കൂ. യൂസ് യുവർ ആംസ് ആസ് വെൽ. നിങ്ങളുടെ കൈകൾ കൂടി ഉപയോഗിക്കൂ. ഇനി ഈ കഥയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഗിവൺ ബിലോ ആർ സം പ്രോവേർബ്സ് ആൻഡ് സേയിങ്സ്. ചില പഴഞ്ചൊല്ലുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. വിച്ച് ഓഫ് ദിസ് ക്യാൻ ബി ടേക്കൺ ആസ് മോറൽ ഓഫ് ദി സ്റ്റോറി. നമ്മളിപ്പോൾ വായിച്ച സ്റ്റോറിയുടെ ഗുണപാഠമായി ഏത് പ്രോവർബാണ് എടുക്കാൻ പറ്റുക? വൈ, എന്തുകൊണ്ടാണ്? അപ്പോൾ ഒന്നാമത്തെ നോക്കൂ. ഡോണ്ട് ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. കളഞ്ഞു പോയ പാലിന് വേണ്ടി കരഞ്ഞിട്ട് കാര്യമില്ല. ഡോണ്ട് ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. ഗോഡ് ഹെൽപ്സ് ദോസ് ഹൂ ഹെൽപ്പ് ദംസെൽസ്. താൻ പാതി ദൈവം പാതി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അതായത് സ്വയം സഹായിക്കുന്നവനെ ദൈവം സഹായിക്കുകയുള്ളൂ. ദ ഏർലി ബേർഡ് ക്യാച്ചസ് ദി വോം. ആദ്യം എത്തുന്ന പക്ഷി ഇര പിടിക്കുന്നു. അടുത്തത് ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ്. കുരക്കുന്ന പട്ടി കടിക്കില്ല എന്ന് നമ്മൾ പറയും. ആ പഴഞ്ചൊല്ലുകൾ 4 എണ്ണമാണ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും നമ്മൾ എടുക്കുക? തീർച്ചയായും രണ്ടാമത്തെ, ഗോഡ് ഹെൽപ്സ് ദോസ് ഹൂ ഹെൽപ്പ് ദംസെൽസ് എന്നുള്ളതാണ് നമ്മളതിലെ ഗുണപാഠമായിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ലുക്ക് അറ്റ് ദി പ്രോവേർബ്സ് ഗിവൺ ബിലോ. വാട്ട് മെസ്സേജസ് ഡു ദേ കൺവേ? ഡിസ്കസ്. അപ്പോൾ ഇതിൽ താഴെ കൊടുത്ത പ്രോവർബുകൾ ശ്രദ്ധിക്കുക. എന്ത് മെസ്സേജാണ് അതിൽ നിന്ന് കിട്ടുന്നതെന്നാണ് ചോദ്യം. ആ പ്രോവർബ് നമുക്കറിയാം, പറഞ്ഞു പഴകിയ സത്യങ്ങളെ ആണ് പ്രോവേർബ്സ് അല്ലെങ്കിൽ പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത്.
ഒന്നാമത്തത് നോക്കൂ, എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. ആവശ്യത്തിൽ ഉപകരിക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത്, ഗോഡ് ഹെൽപ്സ് ദോസ് ഹു ഹെൽപ്പ് ദംസെൽസ്. നേരത്തെ നമ്മൾ പറഞ്ഞു താൻ പാതി ദൈവം പാതി, അതായത് ദൈവം സഹായിക്കുന്നു സ്വയം സഹായിക്കുന്നവരെ. ഇനി ഈ താഴെ കൊടുത്ത ഒരു കോളം നോക്കുക. നൗ മാച്ച് ഈച്ച് ഓഫ് ദി പ്രോവേർബ്സ് ഓൺ ദി ലെഫ്റ്റ് വിത്ത് ഇറ്റ്സ് മീനിങ് ഓൺ ദി റൈറ്റ്. ഈ ഇടത്തെ സൈഡിൽ കൊടുത്തിട്ടുള്ളത് പ്രോവേർബ്സ് ആണ്, അതിൻ്റെ മീനിങ്സ് ആണ് അപ്പുറത്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് ഡിസോർഡറിലാണ് കൊടുത്തിട്ടുള്ളത്, അത് ശരിയായ ഓർഡറിലല്ല. അത് നമ്മളോട് കറക്റ്റ് ചെയ്യാനാണ് അവിടെ പറയുന്നത്. അവിടെ ഒന്നാമത്തെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, എ ബേർഡ് ഇൻ ദി ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദി ബുഷ്. അതിൻ്റെ ഡയറക്റ്റ് മീനിങ് കയ്യിലുള്ള ഒരു പക്ഷിയാണ് കുറ്റിച്ചെടികളിലുള്ള 2 പക്ഷികളെക്കാൾ ഉത്തമം. അതിൻ്റെ അർത്ഥം എന്താ നോക്കൂ, ഡോണ്ട് ടേക്ക് ദി ചാൻസ് ഓഫ് ലൂസിങ് സംതിങ് യു ഹാവ് ഇൻ സെർച്ച് ഓഫ് സംതിങ് ബെറ്റർ. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു വസ്തു അത് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടാക്കരുത്. ഇൻ സെർച്ച് ഓഫ് സംതിങ് ബെറ്റർ, നല്ല ഒരു വസ്തു തിരയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു വസ്തു തിരയുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുടെ കയ്യിലുള്ളത് നഷ്ടപ്പെടുത്തരുതെന്നാണ്. സ്വന്തമല്ലാത്ത നല്ല വസ്തുക്കളെക്കാൾ ഉത്തമം വില കുറഞ്ഞ നല്ലതല്ലാത്ത സ്വന്തം കയ്യിലുള്ളതാണ് എന്നതാണ് അതിൻ്റെ മീനിങ്. ഇനി അടുത്തത് നോക്കുക, ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദി ഡോക്ടർ എവേ. എല്ലാ ദിവസവും ഒരു ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ ഡോക്ടറിൽ നിന്നും അകലം പാലിക്കാം. അതായത് ശരിയായ രീതിയിൽ ആഹാരം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിന് യോജിക്കുന്നത് ഇതിൽ ഏതായിരിക്കും നോക്കൂ. അതിൻ്റെ മീനിങ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇഫ് യു ഈറ്റ് ദി റൈറ്റ് ഫുഡ് യു വിൽ ബി ഹെൽത്തി. നിങ്ങൾ ശരിയായ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മീനിങ്. ഇനി മൂന്നാമത്തത് ശ്രദ്ധിക്കുക, എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9. അതിൻ്റെ ഡയറക്റ്റ് മീനിങ് എന്താണെന്ന് വെച്ചാൽ തുന്നേണ്ട സമയത്ത് തുന്നിയാൽ 9 തുന്നുകൾ ഒഴിവാക്കാം. എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9. 9 തുന്നുകളിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പോൾ ഒരു കാര്യം അതേ സമയത്ത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്തായിരിക്കും? ഇവിടെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഡോണ്ട് പുട്ട് ഓഫ് ഡൂയിങ് ഓർ ഡീലിംഗ് വിത്ത് സംതിങ്. എന്തെങ്കിലും കാര്യം ചെയ്യുന്നത് നീട്ടി വെക്കാൻ പാടില്ല. ഇറ്റ് വിൽ ബിക്കം വേഴ്സ് ആൻഡ് കോസ് എക്സ്ട്രാ വർക്ക്. അത് പിന്നീട് വഷളാവും, കൂടുതൽ വർക്കിന് കാരണമാവും. നാലാമത്തത് പറയാം, ദി പ്രൂഫ് ഓഫ് പുഡിങ് ഈസ് ഇൻ ദി ഈറ്റിംഗ്. അതിൻ്റെ ഡയറക്റ്റ് മീനിങ്, അതായത് പുഡിങ്ങിൻ്റെ ഗുണം അറിയണമെങ്കിൽ അത് രുചിച്ച് നോക്കണം, അത് കഴിച്ച് നോക്കണം എന്നാണ്. അപ്പോൾ അതിന് ചോദിച്ചത് ഏറ്റവും മുകളിൽ കാണുന്ന ഇതാണ്, യു കാൺ ബി ഷുവർ അബൌട്ട് സംതിങ് അണ്ടിൽ യു ട്രൈ ഇറ്റ്. നിങ്ങൾക്കൊരു കാര്യത്തെക്കുറിച്ചും ഉറപ്പുണ്ടാവുകയില്ല നിങ്ങളത് ശ്രമിച്ചു നോക്കുന്നത് വരെ എന്നാണ് അതിൻ്റെ ശരിയായ മീനിങ്. ഇനി അടുത്തത് നോക്കുക, ടു മെനി കുക്സ് സ്പോയിൽ ദി ബ്രോത്ത്സ്. ഒരുപാട് പാചകക്കാരുണ്ടായാൽ സദ്യ നശിച്ചു പോകും അല്ലേ, സദ്യ രസം ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ശരിക്കുള്ള മീനിങ്. അപ്പോൾ അതിന് ചോദിച്ചത് ഇനി ഇവിടെ ഒന്നേ യോജിപ്പിക്കാനുള്ളൂ. വൺ ഗുഡ് പേഴ്സൺ ക്യാൻ ഗെറ്റ് ദി ജോബ് ഡൺ ക്യുക്കർ. ഒരാൾ ഒറ്റക്കായാൽ, ഒരു വ്യക്തി മാത്രമാണെങ്കിൽ ആ ജോലി പെട്ടെന്ന് തീരും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോവാം. യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു വിസിറ്റ് ദി വെബ്സൈറ്റ്. വെബ്സൈറ്റിൻ്റെ പേരവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ താഴെ കൊടുത്ത സ്റ്റോറീസ് കിട്ടും. ഈ ഇടത് സൈഡിലെ കോളത്തിൽ കൊടുത്ത സ്റ്റോറീസ് കിട്ടും. ആ സ്റ്റോറീസിന് നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് ദം വിത്ത് മോറൽസ് ദേ കൺവേ. അതിലടങ്ങിയ ഗുണപാഠങ്ങൾ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഡിസോർഡറിലാണ് കൊടുത്തത്, അത് ഓർഡറിലാക്കാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ ABCDE എന്നുള്ള ഈ 5 കഥകളും യൂട്യൂബിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് മാക്സിമം ട്രൈ ചെയ്യുക. അതിനുശേഷം മാത്രം ഈ ഞാൻ കാണിച്ചു തരുന്ന ഉത്തരം നിങ്ങൾ നോക്കി എഴുതാം. ഈ ഇപ്പുറത്ത് കൊടുത്ത ഗുണപാഠങ്ങളുടെ അർത്ഥം ഞാൻ പറയാം. ഫെമിലാരിറ്റി ബ്രീഡ് കണ്ടംപ്റ്റ്, അതായത് പരിചയം നിന്ദ്യത വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മളിങ്ങനെ പരിചയമായി കഴിഞ്ഞതിന് ശേഷം അയാളോടുള്ള പേടിയും ബഹുമാനമൊക്കെ കുറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത്, യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി ഫാൾ. ഒരുമിച്ചാൽ നമ്മൾ നിൽക്കും, ഭിന്നിച്ചാൽ നമ്മൾ വീഴും എന്നാണ് അതിൻ്റെ മീനിങ്. ഐക്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അടുത്തത് നോക്കൂ, യൂണിയൻ ഈസ് സ്ട്രെങ്ത്. അതും ഏകദേശം അതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അതായത് ഐക്യമത്യം മഹാബലം എന്നൊക്കെ പറയില്ലേ മലയാളത്തിൽ. അടുത്തത്, ലുക്ക് ബിഫോർ യു ലീപ്പ്. ഇരിക്കും മുമ്പ് കാല് നീട്ടരുതെന്ന് പറയുമല്ലോ, അത് തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ലുക്ക് ബിഫോർ യു ലീപ്പ്.
എടുത്ത് ചാടുന്നതിന് മുൻപിലേക്കൊന്ന് നോക്കണം എന്നാണ് അതിൻ്റെ ഡയറക്റ്റ് മീനിങ്. ഇനി അടുത്തത്, ഓണസ്റ്റി ഈസ് ദി ബെസ്റ്റ് പോളിസി. സത്യസന്ധതയാണ് ഏറ്റവും നല്ല നയം. സത്യസന്ധതയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇനി ഇതിൻ്റെ ഉത്തരം ശരിയായ രൂപത്തിൽ ആരോ മാർക്കിട്ട് വച്ചിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ സ്വന്തമായി ശ്രമിച്ചതിന് ശേഷം മാത്രം ഈ ഉത്തരം നോക്കി എഴുതിയാൽ മതി. ഇനി നമുക്ക് മറ്റൊരു ഫേബിൾ നോക്കാം. ഈ ഫേബിൾ വായിക്കുന്നതിന് മുൻപ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഏതൊരു സ്റ്റോറി ആണെങ്കിലും അതിനൊരു ബിഗിനിങ്ങും ഒരു മിഡിലും ഒരു എൻഡും ഉണ്ടായിരിക്കും. ഒരു ആരംഭം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ ഒരു മധ്യഭാഗം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിനൊരു അവസാനം ഉണ്ടായിരിക്കും. നോക്കാം. കീപ് യുവർ ഐസ് ഓപ്പൺ. എപ്പോഴും നിങ്ങളുടെ കണ്ണുകൾ തുറന്നു പിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഹെഡിങ്. അപ്പോൾ ഈ സ്റ്റോറിയുടെ ഗുണപാഠമാണ് അതിൻ്റെ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നോക്കാം. വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ ലയൺ that grew so old that he was unable to kill any prey for his food. ഒരിക്കലൊരിടത്തൊരു സിംഹം ഉണ്ടായിരുന്നു. There was a lion that grew so old. അതിന് വളരെയധികം പ്രായമായി, വയസ്സായി കഴിഞ്ഞു. That he was unable to kill and prey for his food. അപ്പോൾ ഇരകളെ കൊന്ന് പിടിച്ച് ഭക്ഷണമാക്കാൻ അതിന് സാധിക്കാതെ വന്നു, വയസ്സായത് കാരണം. So he said to himself. അതുകൊണ്ട് അവൻ സ്വയം പറഞ്ഞു, സിംഹം സ്വന്തം പറയണം, I must do something or else I will die of starvation. ഞാൻ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം കാണണം, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് ഞാൻ മരിക്കും. He kept thinking and at last an idea struck him. അങ്ങനെ ചിന്തിച്ച് അവസാനം സിംഹത്തിന് ഒരു ഐഡിയ കിട്ടി. He decided to lie down inside the cave pretending to be ill. അങ്ങനെ സിംഹം ആ ഗുഹക്കുള്ളിൽ കിടക്കാൻ തീരുമാനിക്കുകയാണ്. pretending to be ill, രോഗം നടിച്ചുകൊണ്ട് ഗുഹക്കുള്ളിൽ തന്നെ കിടക്കാൻ തീരുമാനിച്ചു. Those who came to enquire about health would become his prey. അങ്ങനെ സിംഹത്തിൻ്റെ ആരോഗ്യമന്വേഷിച്ച് വരുന്നവർ, ക്ഷേമമന്വേഷിച്ച് വരുന്നവർ സിംഹത്തിൻ്റെ ഇരയായി മാറും. He put his wicked plan into practice. അങ്ങനെ സിംഹം തൻ്റെ ഈ ദുഷിച്ച പദ്ധതി നടപ്പിലാക്കുകയാണ്. And it started working. അങ്ങനെ അത് ഏകദേശം വിജയിക്കാൻ തുടങ്ങി. Many of his well-wishers got killed. അങ്ങനെ സിംഹത്തിൻ്റെ കുറേ അഭ്യുദയകാംക്ഷികൾ കൊല്ലപ്പെട്ടു. ബട്ട് ഈവിൾ ഈസ് ഷോർട്ട് ലിവ്ഡ്. പക്ഷേ ഈ തിന്മ കുറച്ചു കാലം മാത്രമേ നിലനിന്നുള്ളൂ. വൺ ഡേ എ ക്ലവർ ഫോക്സ് കെയിം ടു വിസിറ്റ് ദി ലയൺ. അങ്ങനെ ഒരു ദിവസം ബുദ്ധിമാനായ ഒരു ഫോക്സ്, ഒരു കുറുക്കൻ വരെയാണ് സിംഹത്തെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. ടു വിസിറ്റ് ദി ലയൺ. ഹി സ്റ്റുഡ് അറ്റ് ദി മൗത്ത് ഓഫ് ദി കേവ്. അങ്ങനെ ആ ഫോക്സ് ഗുഹാമുഖത്ത് നിന്നു. ഹി ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് അണ്ടർസ്റ്റുഡ് ദി റിയാലിറ്റി. അങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ ഫോക്സിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. സോ ഹി കാൾഡ് ഔട്ട് ടു ദി ലയൺ ഫ്രം ഔട്ട്സൈഡ് ആൻഡ് സെറ്റ്, ഹൗ ആർ യു സർ. അങ്ങനെ കുറുക്കൻ ഈ ഗുഹക്ക് പുറത്തു നിന്നിട്ട് ലയണിനെ വിളിക്കുകയാണ്. ഹൗ ആർ യു സർ എന്ന് ചോദിച്ചു. നിങ്ങൾക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ദി ലയൺ റിപ്ലൈഡ്. അപ്പോൾ സിംഹം മറുപടി പറയണം, ഐ ആം നോട്ട് ഫീലിംഗ് വെൽ. എനിക്ക് സുഖമില്ല. വൈ ഡോണ്ട് യു കം ഇൻസൈഡ്. നീ എന്താണ് ഉള്ളിലേക്ക് വരാത്തത്. ദെൻ ദി ഫോക്സ് റിപ്ലൈഡ്. അപ്പോൾ ഫോക്സ് മറുപടി പറയാണ്, ഐ വുഡ് ലവ് ടു കം ഇൻ സർ. എനിക്ക് ഉള്ളിലേക്ക് വരാനൊക്കെ ആഗ്രഹമുണ്ട്. ബട്ട് ഐ സീ ഓൾ ദി ഫുട് പ്രിൻറ്റ്സ് ആസ് ഗോയിങ് ഇൻ ടു യുവർ കേവ് ബട്ട് നൺ ആസ് കമ്മിങ് ഔട്ട്. എനിക്ക് ഉള്ളിലേക്ക് പോയ കാൽപ്പാടുകൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, പുറത്തു വന്ന കാൽപ്പാടുകളൊന്നും കാണാൻ പറ്റുന്നില്ല. ഐ വുഡ് ബി ഫൂളിഷ് ഇനഫ് ടു കം ഇൻ. ഞാൻ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഞാനും മറ്റുള്ളവരെ പോലെ ഒരു വിഡ്ഢിയായി മാറും. സേയിങ് സോ ദി ഫോക്സ് വെൻറ്റ് ടു അലേർട്ട് ദി അതർ അനിമൽസ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫോക്സ് മറ്റുള്ള അനിമൽസിനെ കൂടി, മൃഗങ്ങളെ കൂടി ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി പോയി. സിംഹത്തിൻ്റെ ഈ ചതി മറ്റു മൃഗങ്ങളെ കൂടി അറിയിക്കുന്നതിന് വേണ്ടി ഫോക്സ് പോയി. ഈ കഥയിലെ ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെ മീനിങ്സ് നമുക്കൊന്ന് നോക്കാം.